കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് എല്ലായ്പ്പോഴും ഇതേപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഇവിടുത്തെ കടം കെണിയാകുന്ന ഈ അവസ്ഥ, ഇത് കേന്ദ്രമാണ് ഇതിന് കാരണം എന്നാണ് എല്ലായ്പ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത്. അപ്പോഴാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പഠനം വീണ്ടും നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടം വാങ്ങിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ കടം വാങ്ങിയ സംസ്ഥാനം എന്നല്ല പറയേണ്ടത്, കാരണം നമ്മേക്കാൾ കൂടുതൽ കടം വാങ്ങിയ സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ കടവും GSDPയും തമ്മിലുള്ള അനുപാതമാണ് പ്രധാനം. വലിയ സംസ്ഥാനങ്ങൾക്ക് വലിയ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അതിൻ്റെ 3% എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കടം വാങ്ങാം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൻ്റെ കാര്യം എടുക്കുക. കേരളത്തിൻ്റെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന GSDP, അതായത് മൊത്ത ആഭ്യന്തര വരുമാനം എന്ന് പറയുന്നത് 11,194.01 കോടി രൂപയാണ്. അതായത് 11,194.01 crore. അതിൻ്റെ 3% നമുക്ക് കടമെടുക്കാവുന്നത്. അപ്പോൾ നമുക്ക് കടമെടുക്കാവുന്നത് ഒരു 33,965 കോടിയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കടമെടുക്കാൻ പറ്റുക. അതേസമയത്ത് നമ്മുടെ ഇരട്ടി GSDP ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. അത്തരം സംസ്ഥാനങ്ങളുടെ 3% എന്ന് പറയുന്നത് നമ്മുടെ കടത്തേക്കാളൊക്കെ വളരെ ഉയർന്ന കടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരതമ്യം അല്ല വേണ്ടത്. GSDP എത്രയാണോ ആ GSDPയുടെ 3% കടം, അതാണ് കേരളത്തിന് എടുക്കാവുന്ന കടം, ഏതൊരു സംസ്ഥാനത്തിനും എടുക്കാവുന്ന കടം. അങ്ങനെ ഒരു കടം ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത് ഫെഡറൽ പ്രിൻസിപ്പിളിൽ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക, അഭംഗി വരുത്തുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. അത് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് അനുസൃതമാണ്. ഫെഡറൽ പ്രിൻസിപ്പിൾസിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അവരാഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് അടിച്ചമർത്താനും പാടില്ല. സാധാരണ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ് എല്ലാവർക്കും അനുയോജ്യമായ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ഡെവല്യൂഷൻ പ്രിൻസിപ്പിളാണ് നടപ്പിലാക്കാറുള്ളത്. ഇന്ത്യയിലും അങ്ങനെ തന്നെ. അതിന് ചിലപ്പോൾ ചില കാലഘട്ടങ്ങളിൽ ഇത്തിരി മാറ്റങ്ങളൊക്കെ ഫിനാൻസ് കമ്മീഷൻ്റെ നോംസിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് സംഭവിക്കാം. അത് അധികം താമസിയാതെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. അതിന് പകരം സംസ്ഥാനം പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ കടക്കണിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ കേരളം ആശങ്കാജനകമായ രീതിയിൽ തന്നെ കടക്കെണിയിലേക്കുള്ള പലായനത്തിലാണ്. തീർച്ചയായിട്ടും തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ വരും തലമുറകൾക്ക് മാത്രമല്ല നമ്മുടെ സമ്പദ്ഘടന തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ധനപ്രതിസന്ധി എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്നത് അർത്ഥരഹിതമാണ്. അത് ശരിക്ക് സ്വന്തം കുറ്റം അംഗീകരിക്കാൻ ഇഷ്ടമില്ലാതെ അതായത് സത്യം എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് എന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി, നിർമ്മല സീതാരാമൻ ഇവിടെ വന്നപ്പോൾ ചൂണ്ടിക്കാട്ടി. തരാനുള്ള ഫണ്ട് കൃത്യമായി തന്നിട്ടുണ്ട്. എപ്പോൾ? അതായത് സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിന് മുൻകൂറായി സംസ്ഥാന ഗവൺമെൻറ് പല ഫണ്ടുകളും ചെലവഴിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നെല്ലിൻ്റെ സംഭരണ വില, നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ ആ സംഭരണ വില സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് അത് കൊടുത്തു എന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അത് CAG വഴിയായിട്ട് കേന്ദ്രത്തിലെത്തണം. അപ്പോൾ കൃത്യമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഫണ്ട് കേന്ദ്രം അനുവദിക്കും. അങ്ങനെ ഏത് പെൻഷനാണെങ്കിലും ഏത് തരം ഫണ്ടാണെങ്കിലും നമുക്കറിയാം. തൊഴിലുറപ്പ് പദ്ധതി അത് 90 രൂപ കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുമ്പോൾ മാത്രമാണ് 10 രൂപ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏത് ഫണ്ടാണെങ്കിലും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ചെല്ലുന്നതനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് പണം റിലീസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം അവിടെ ഉദിക്കുന്നു. പക്ഷേ ആ എന്തുകൊണ്ട് എന്നത് അർത്ഥരഹിതമാണ്. കാരണം
ആർക്കും ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കാതെ പണം കൊടുത്താൽ എല്ലാ സംസ്ഥാനങ്ങളും തോന്നിയതുപോലെ തോന്നിയിടത്തൊക്കെ അത് ചെലവഴിച്ച് ഉദ്ദിഷ്ട കാര്യത്തിന് ചെലവഴിക്കാതെ പോകും. അങ്ങനെ വരാതിരിക്കാനാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് പോലും, അതായത് നമ്മുടെ 2018 പ്രളയ ബാധിത കാലത്ത്, 19 പ്രളയബാധിത കാലത്ത് ആ കാലഘട്ടങ്ങളിൽ തന്ന ഫണ്ട് പോലും ദുർവിനിയോഗം ചെയ്തു, വകുപ്പ് മാറ്റി ചെലവഴിച്ചു എന്ന കേസൊക്കെ നിലവിലിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ഫണ്ട് തരൂ എന്ന് പറയുന്നത്. പിന്നെ ഈ സംസ്ഥാന ഗവൺമെൻറ് കുറ്റപ്പെടുത്തുന്നത് 15ാം ധനകാര്യ കമ്മീഷൻ ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണ്. അതായത് 15ാം ധനകാര്യ കമ്മീഷൻ കുറച്ച് തന്നു എന്നുള്ളതാണ്. ആ കാര്യവും വളരെ വ്യക്തമായ രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റും ഫിനാൻസ് കമ്മീഷനും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ, അതായത് മറ്റ് പല എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പറ്റിയതുപോലെയുള്ള കുറവ് മാത്രമാണ്. ഒരുപക്ഷെ കർണാടകം നമ്മുടെ ഇരട്ടി കുറവ് അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമാക്കിയിട്ടും പിന്നെയും കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് എല്ലായ്പ്പോഴും ഇതേപ്പറ്റി പ്രതിപാദിക്കുന്നത്.